മൂന്നാമത്തെ പ്രതിഫലം എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ഒരു 10 സ്വലാത്ത് ദിവസവും നീ ചൊല്ലിയാൽ അള്ളാഹു നിനക്ക് നൽകുന്ന മൂന്നാമത്തെ സൗഭാഗ്യം എന്തെന്നറിയുമോ? മരണസമയത്ത് നിന്റെ റൂഹ് പിടിക്കാൻ അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരുമ്പോ നിന്റെ തണ്ടൻ കാലിലൂടെ റൂഹ് പിടിക്കുമ്പോൾ വല്ലാത്ത വേദനയാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് വല്ലാത്ത ദാഹമാണ്. ഒരു സമുദ്രമല്ല, അനേകം സമുദ്രത്തിലെ വെള്ളം കുടിച്ചാലും നിന്റെ ദാഹം മാറൂല. നിനക്ക് വല്ലാത്ത ദാഹമായിരിക്കും. എന്നാൽ ആ സമയത്തുണ്ടല്ലോ നിനക്ക് വെള്ളവുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നതാ. അങ്ങനെ ആ വെള്ളം കുടിക്കുമ്പോ നിന്റെ ദാഹം മാറുന്നതാ. അങ്ങനെ ദാഹം മാറണോ പ്രിയമുള്ളവരെ? അവസാന സമയത്ത് നിന്റെ അന്ത്യം നന്നാകണം പ്രിയമുള്ളവരെ. ലോകത്തിന്റെ പ്രവാചകന്റെ പേരില് ദിവസവും ഒരു 10 സ്വലാത്തെങ്കിലും നീ ചൊല്ലിയാൽ നിനക്കത് ലഭിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ നാലാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ഒരു 10 സ്വലാത്ത് നീ ദിവസവും ചൊല്ലിയാൽ നിനക്ക് ലഭിക്കുന്ന നാലാമത്തെ പ്രതിഫലം എന്താണെന്നറിയുമോ? അള്ളാന്റെ റസൂല് പറയുകയാ, നീ മരണപ്പെട്ടു കഴിഞ്ഞ് നിന്റെ മയ്യത്തുണ്ടല്ലോ എല്ലാവരും 6 മണ്ണിലേക്ക് കൊണ്ടുവച്ചിട്ട് ഓരോ പിടി മണ്ണ് വാരിയിട്ടിട്ട് അസ്സലാമു അലൈക്കും യാ ദാറൽ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാഅല്ലാഹു ബികും ലാഹിഖൂൻ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ഖബറിന്റെ ഓരത്തിൽ നിന്ന് എല്ലാവരും ഉണ്ടല്ലോ 6 മണ്ണിലേക്ക് നിങ്ങളോട് സലാം പറഞ്ഞു പോകുമ്പോൾ അവിടെ 2 ഭീകര രൂപങ്ങൾ കടന്നു വരികയാ. ആരാണെന്നറിയുമോ? മഹാനായ മുൻകർ നക്കീർ അലൈഹിസ്സലാം കടന്നു വരികയാ പ്രിയമുള്ളവരെ. എന്നിട്ട് നിന്നോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ നിനക്ക് സുസ്ഥിരമായിട്ടുള്ള ജീവിതം ലഭിക്കൂല മുസ്ലിമേ. അങ്ങനെയുണ്ടല്ലോ ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ ആഗ്രഹമുണ്ടോ? ലോകത്തിന്റെ പ്രവാചകൻ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ദിവസവും നീ ഒരു 10 സ്വലാത്ത് ചൊല്ലിയവളാണോ, ചൊല്ലിയവനാണോ? ഈ സ്വലാത്തുകളുണ്ടല്ലോ 6 മണ്ണിൽ വെച്ച് നിന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്